കൺമണിയെ രക്ഷിക്കാൻ പുതിയൊരു താരം എത്തിയിരിക്കുകയാണ്. ഈ കളി വേറെ ലെവലായിരിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്ന ബലരാമിന്റെ സാഗർ സുജാതയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. സാഗർ ബലരാമിനോട് ദേഷ്യപ്പെടുന്നതാണ്. നീ എന്തിനാണ് എപ്പോഴും ഞങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സാഗർ ബലരാമിനോട് ദേഷ്യപ്പെടുകയാണ്. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ നിന്റെ അച്ഛനും അമ്മയും ഒന്നുമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൻ കൃഷാണ് ഞങ്ങളുടെ മകനായിട്ടുള്ളത്. നിന്നെ ഞങ്ങളുടെ മകനായിട്ട് കണ്ടിരുന്നു, പക്ഷെ നീ ഞങ്ങളെ ചതിച്ചു. അതുകൊണ്ട് നീ ഇനി ഞങ്ങളെ അച്ഛാ അമ്മയെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പിന്നാലെ വരണ്ടെന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് സാഗർ. തുടർന്ന് ബലരാമൻ പിന്നെ കരഞ്ഞുകൊണ്ട് പിന്നെ സാഗറിനോട് സുജാതയോടും വീണ്ടും മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചെയ്ത എല്ലാ തെറ്റിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് പോയിക്കോളാം എന്ന് പറയുകയാണ്. നിങ്ങളുടെ ജീവൻ ആപത്താണെന്ന് ബലരാമൻ സാഗറിനോട് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ പിന്നെ ബലരാമനോട്, അത് ഞങ്ങൾക്കറിയാം, നീയുള്ളിടത്ത് ഞങ്ങളുടെ ജീവൻ ആപത്താണെന്നുള്ള കാര്യം ഞങ്ങൾക്കൊക്കെ അറിയാമെന്ന് പറയുകയാണ് സാഗർ. എന്നാൽ അത് കേട്ട് ബലരാമൻ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ജീവൻ ആപത്ത് ഞാനല്ല, എന്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു നടക്കുന്ന സുമിത്രയും ബാലുവുമാണ് നിങ്ങളെ വകവരുത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ ആ മറുപടി കേട്ട് സുജാത ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് സുജാത പിന്നെ ബലരാമനോട്, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അച്ഛനും അമ്മയും പറഞ്ഞു നടന്നെന്നോ? അപ്പോൾ അവർ നിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും അല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ സാഗറിനോട് സുജാതയോടും ആ വലിയ സത്യം അവരെ അറിയിക്കുകയാണ്. ബാലുവും സുമിത്രയും എന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും അല്ല എന്ന് പറയുകയാണ്. അവരെന്നെ എടുത്തു വളർത്തിയതാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാതെ ഞെട്ടി നിൽക്കുകയാണ് സാഗറും സുജാതയും. തുടർന്ന് സാഗർ സുജാതയും, അപ്പോൾ നിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ, എന്റെ ഇപ്പോഴത്തെ യഥാർത്ഥ അച്ഛനും അമ്മയും നിങ്ങൾ രണ്ടുപേരുമാണെന്ന് പറയുകയാണ്. എന്നാൽ ബലരാമന്റെ ആ മറുപടി കേട്ട് സാഗർ സുജാതയും കിളി പോയി നിൽക്കുകയാണ്. തുടർന്ന് ബലരാമൻ, ഞാൻ നിങ്ങളെ രണ്ടുപേരും എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്താണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ അത് കേട്ട് സാഗറിന് ദേഷ്യം വരികയാണ്. നീ ഞങ്ങളെ നിന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ട കാര്യമില്ല, ഞങ്ങളുടെ മകൻ കൃഷാണ്. ഞാനൊന്ന് വീണു എന്ന് കേട്ടപ്പോൾ എന്റെ മോൻ കൃഷ എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് ഓടിയെത്തിയിരിക്കുകയാണ്. ഈ മുറിക്ക് പുറത്ത് തന്നെ കൃഷി കാവലായിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കൃഷി നിന്നെ ബാക്കി വെക്കില്ല, കൃഷി നിന്നെ കൊന്നുകളയുമെന്ന് പറയുകയാണ്. ഞങ്ങൾക്ക് നിന്നെ കാണേണ്ട, ഞങ്ങൾ നിന്നെ വെറുത്തു പോയി. എന്നാൽ ആ മറുപടി കേട്ട് ബലരാമന്റെ സങ്കടമെന്ന് ബലരാമൻ കരയുകയാണ്. തുറന്നു കാണിക്കുന്നത് അനിരുദ്ധിനെ കണ്ട് മാനസിയും വരുണും ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി ഒറ്റയ്ക്ക് ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ഈ സമയത്ത് മാനസിയും വരുണും കൺമണിയെ കാണുകയാണ്. കൺമണിയെ കണ്ട് മാനസിക്കും വരുണും നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് മാനസ തന്റെ ഡോഗ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. മാനസ കട്ടക്കൽപ്പിൽ പിന്നെ കൺമണിയോട്, നീ എന്താടി ഇവിടെ എന്ന് ചോദിക്കുകയാണ്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് നല്ല അധികാരഭാവത്തിൽ ചോദിക്കുക. എന്നാൽ ആ ചോദ്യം കേട്ട് കൺമണി പിന്നെ മാനസിയെ പുച്ഛിച്ചുകൊണ്ട്, അയ്യോ മേഡം, ഞാൻ അറിഞ്ഞില്ല, ഈ ആശുപത്രി മേഡത്തിന്റെ വീടാണെന്ന് ഞാൻ അറിഞ്ഞില്ല, മേഡത്തിനോട് ചോദിക്കാതെ വന്നതിൽ സോറി എന്ന് പറഞ്ഞ് മാനസിയെ കളിയാക്കുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് മാനസിക്ക് നല്ല ദേഷ്യം വരികയാണ്. എനിക്കറിയാടി, ക്രിട്സാറ് നിന്റെ കൂടെയുണ്ട് എന്നുള്ളൊരു അഹങ്കാരമാണ് നിനക്കെന്ന് പറഞ്ഞുകൊണ്ട് മാനസ കൺമണിയോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ കൺമണിയും ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. കൺമണിയും നല്ല ദേഷ്യത്തിൽ മാനസയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ദേഷ്യപ്പെടുന്നത്. എന്നാൽ അത് കേട്ട് വരുൺ പിന്നെ കൺമണിയോട്, കൺമണി എന്താണ് മാനസിയെ മാനസ് എന്ന് വിളിക്കുന്നത്? നീയൊന്നും വിളിക്കാൻ പാടില്ല, മേഡം എന്ന് വേണം വിളിക്കാൻ. നിന്റെ ഒന്നില്ലെങ്കിൽ നിന്റെ GM അല്ലേ മാനസ് എന്ന് പറയുമ്പോൾ കൺമണി നല്ല ദേഷ്യത്തിൽ പിന്നെ വരുണിനോട്, അതൊക്കെ പണ്ട്, മാനസ ഇപ്പൊ സസ്പെൻഷനിലാണ്, അതുകൊണ്ട് മാനസ എങ്ങനെയാണോ വിളിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ തിരിച്ചു വിളിക്കുമെന്ന് പറയുകയാണ്. മാനസിക്ക് അതേ നാണയത്തിൽ തന്നെ ഞാൻ തിരിച്ചടി കൊടുക്കുമെന്ന് പറയുകയാണ് കൺമണി. തുടർന്ന് മാനസിയും വരുണും കൺമണിയോട് ദേഷ്യപ്പെടുകയാണ്. മാനസ പിന്നെ കൺമണിയോട്, നിന്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല, നീ നോക്കിക്കോ കൺമണി, കൃഷിനെ ഞാൻ തന്നെ കല്യാണം കഴിക്കും. എന്നാൽ അത് കേട്ട് വരുൺ പിന്നെ കൺമണിയോട്, അതേ കൺമണി, നിന്നെ ഞാൻ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറയുകയാണ് കൺമണിയോട്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് ദേഷ്യം വരികയാണ്. കൺമണി പിന്നെ വരുണിന്റെ മുഖത്ത് നോക്കി, ഇതൊക്കെ പറയാൻ താനാരാണെന്ന് വരുണിന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് കൺമണി. എന്നാൽ ആ ചോദ്യം കേട്ട് വരുൺ ഒന്ന് പകച്ചു നിൽക്കുകയാണ്. തുടർന്ന് വരുൺ നല്ല ദേഷ്യത്തിൽ കൺമണി അടിക്കാൻ കൈയോങ്ങുകയാണ്. എന്നാൽ ഈ സമയത്ത് മാനസ വരുണെ തടയുകയാണ്. അയ്യോ വരുൺ, വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞ് തടയുകയാണ്. എന്നാൽ അത് കണ്ട് കൺമണി പിന്നെ മാനസിയോട്, നീ എന്തിനാടി ആ വരുണെ തടഞ്ഞത്? നീ അവനെ വിട്, അവൻ എന്താ ചെയ്യണമെന്ന് എനിക്കൊന്ന് കാണണം. അറിയാലോ വരുൺ, എന്റെ കൈന്റെ ചൂടെന്താണെന്ന് നീ അറിഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കഴിഞ്ഞ ദിവസം കൺമണിയുടെ വീട്ടിൽ നിന്ന് കൺമണി ഇറക്കി വിട്ട കാര്യങ്ങളെല്ലാം വരുൺ ഓർത്ത് എടുക്കുകയാണ്. തുടർന്ന് വരുൺ പിന്നെ കൺമണിയോട് പഞ്ച് ഡയലോഗ് പറയുകയാണ്. അന്നേരം എന്റെ കൈയും കാലും ഒടിഞ്ഞു പോയി, അതല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറയുകയാണ് വരുൺ. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. നിന്റെ കൈ എങ്ങനെയാണ് ഒടിഞ്ഞത്? അടി കൊണ്ടിട്ട് തന്നെയല്ലേ നിന്റെ കൈ ഒടിഞ്ഞത്? എന്നാൽ അത് കേട്ട് വരുണാകെ ചമ്മി നിൽക്കുകയാണ്. മാനസിക തലകൊമ്പിട്ട് ഇങ്ങനെ നാണം കെട്ടി നിൽക്കുകയാണ്. തുടർന്ന് വരുൺ പിന്നെ കൺമണിയെ ഭീഷണിപ്പെടുത്തുകയാണ്. നീ അധികം വിളച്ചിലെടുത്താൽ ഞാൻ എല്ലാരെയും അറിയിക്കും, കൃഷി നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുള്ള കാര്യം ഞാൻ എല്ലാരെയും വിളിച്ചറിയിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ വരുണിന്റെ മുഖത്ത് നോക്കി, നിനക്ക് അത്രയ്ക്കും ധൈര്യമുണ്ടെങ്കിൽ നീ അതൊന്ന് പറഞ്ഞു നോക്കാൻ പറയുകയാണ്. അതും പറഞ്ഞുകൊണ്ട് കൺമണി കൃഷി തന്റെ കഴുത്തിൽ കെട്ടിയ താലി എടുത്ത് പുറത്തേക്ക് കാണിക്കുകയാണ്. ക്രിട്സാർ എന്റെ കഴുത്തിൽ താലി കെട്ടിയ കാര്യം നിങ്ങൾ മറ്റാരോടെങ്കിലും പറയുകയാണെങ്കിൽ എനിക്ക് കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമായിരുന്നു.
പിന്നെ എനിക്ക് താലി ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ, പരസ്യമായിട്ട് തന്നെ കൃഷിന്റെ ഭാര്യയായിട്ട് എനിക്ക് ജീവിച്ചു തുടങ്ങാമല്ലോ. എന്നാൽ കൺമണിയുടെ മറുപടി കേട്ട് കിളി പോയി നിൽക്കുകയാണ് മാനസ. പണി പാളിയോ എന്ന രീതിയിൽ. തുറന്ന മാനസ കട്ട കലിപ്പിൽ കൺമണിയുടെ താലി പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. കൺമണിയുടെ കഴുത്തിലുള്ള താലി പിടിച്ച് നീ അധികം അഹങ്കരിക്കേണ്ട, ഈ താലി ഞാൻ പൊട്ടിച്ചു കളയുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് നല്ല ദേഷ്യം വരികയാണ്. നിനക്ക് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ ഇതൊന്ന് പൊട്ടിച്ചു നോക്കാൻ പറഞ്ഞ് മാനസിയെ വെല്ലുവിളിക്കുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട മാനസിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന്. തുറന്ന മാനസ പിന്നെ കൺമണിയോട് നീ എന്താടി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ കൺമണി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ താലി എങ്ങാനും നീ പൊട്ടിച്ചാൽ പിന്നെ നീ ഭൂമുഖത്ത് ജീവിച്ചിരിക്കില്ല, നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറയുകയാണ്. ഇതെന്റെ ക്രിഡ്സാർ എന്റെ കഴുത്തിൽ കെട്ടിയ താലിയാണ്, ഈ താലി സത്യമുള്ളതാണ്, ഈ താലി എങ്ങാനും പൊട്ടിച്ചാൽ നിന്നെ ഞാൻ കൊന്നുകളയും മാനസ. എന്നാൽ അത് കേട്ട് മാനസ ഒന്ന് പേടിക്കുകയാണ്. തുറന്ന് വരുൺ പിന്നെ മാനസയുടെ ചെവിയിൽ പോയിട്ട് അയ്യോ മാനസ, നീ അതിൽ നിന്ന് പിടിവിടുന്നതാണ് നിനക്ക് നല്ലത്, കൺമണി പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്തിരിക്കും, നീ വെറുതെ ഇവിടെ നാറാൻ നിൽക്കണ്ട, ഇതിപ്പോൾ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ അത് കേട്ട് മാനസ താലിയിൽ നിന്നുള്ള പിടി വിടുകയാണ്. തുറന്ന് കൺമണിയുടെ മാസ് ഡയലോഗാണ്, എന്നെ കൊല്ലാൻ ശ്രമിച്ചാൽ ഞാൻ ക്ഷമിക്കുമായിരിക്കും, പക്ഷെ എന്റെ താലി പൊട്ടിക്കാനോ എന്റെ താലിയിൽ തൊടാനോ ആരെങ്കിലും വന്നാൽ ഞാൻ അത് ഒരിക്കലും ക്ഷമിക്കില്ല, അത് ആര് തന്നെയായാലും അവരുടെ പണി ഞാൻ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണി അവിടുന്ന് പോവുക. അങ്ങനെ കൺമണി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ആകെ നാണം കെട്ടി ചമ്മി നിൽക്കുകയാണ് വരുണും മാനസിയും. തുറന്ന് കാണിക്കുന്ന ഷൺമുഖം വക്കീലാണ്. ഷൺമുഖം വക്കീലും ബാലു സുമിത്രയും കൂടിയുള്ള ഒരു ഗൂഢാലോചനയാണ്. വലിയ കാശുകാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഏതൊരു ലോറി താവളത്തിൽ വെച്ചാണ് ഇവരുടെ 3 പേരുടെയും ഗൂഢാലോചന. തുറന്ന് ഷൺമുഖം വക്കീൽ നല്ല കലിപ്പിലാണ്, പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതിന്റെ കലിപ്പിലാണ് ഷൺമുഖം വക്കീല്. ഷൺമുഖം വക്കീല് സുമിത്രയോടും ബാലുവിനോടും എനിക്കിപ്പോൾ തന്നെ 5 ലക്ഷം രൂപ കിട്ടണം, 5 ലക്ഷം രൂപ ഇപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുമിത്രയും ബാലു അതൊന്നും ഇപ്പോൾ സാധിക്കില്ല എന്ന് പറയുകയാണ്. തുറന്ന് ഷൺമുഖം വക്കീല് ആ 5 ലക്ഷത്തിന്റെ കാര്യം പറയുകയാണ്. ഞാൻ എന്റെ കക്ഷികൾക്ക് ജാമ്യം എടുത്തു കൊടുക്കുന്നതിന് പോലും പോലീസ് സ്റ്റേഷനിൽ കയറാത്ത ഒരാളാണ്, അങ്ങനെയുള്ള എന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്, നിങ്ങളുടെ മകൾ ഒരുത്തി കാരണമാണ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത്, അതുകൊണ്ട് എനിക്കൊരു 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം, അത് ഇപ്പോൾ തന്നെ വേണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ബാലു കട്ട കലിപ്പിൽ ഷൺമുഖം വക്കീലിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ഷൺമുഖം വക്കീലിനെ അടിക്കാൻ കൈയോങ്ങുകയാണ്. എന്നാൽ ഈ സമയത്ത് സുമിത്ര വന്നിട്ട് ബാലുവിനെ പിടിച്ചു മാറ്റുകയാണ്. എന്നാൽ അതും കൂടി ആയപ്പോഴേക്കും ഷൺമുഖം കട്ട കലിപ്പിലാവുകയാണ്. അത് ശരി, നിങ്ങൾ ഇപ്പോൾ എനിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണല്ലേ, ശരി ഞാൻ കാണിച്ചു തരാം, എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാൽ അത് കേട്ട് സുമിത്ര അയ്യോ വക്കീൽ സാറേ സോറി 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 കോംപ്രമൈസ് എന്നൊക്കെ പറഞ്ഞ് ഷൺമുഖത്തിന്റെ കാല് പിടിക്കുകയാണ് സുമിത്രയും ബാലുവും. തുറന്ന് ഷൺമുഖം പിന്നെ ഇവരോട് എനിക്ക് ഇപ്പോൾ തന്നെ 5 ലക്ഷം രൂപ കിട്ടണം, ഇതുവരെ നടന്നതിനാണ് 5 ലക്ഷം രൂപ. തുറന്ന് സുമിത്രയും ബാലുവും വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ഷൺമുഖത്തിന് കാശ് അയക്കാൻ നോക്കുകയാണ്. പക്ഷെ കാശ് അയക്കാൻ പറ്റുന്നില്ല, 2 പേരും ശ്രമിക്കുന്നുണ്ട്, 2 പേർക്കും കാശ് അയക്കാൻ സാധിക്കുന്നില്ല, ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. തുറന്ന് ഷൺമുഖത്തിനോട് അവർ ഈ കാര്യം പറയുകയാണ്, ഞങ്ങളുടെ മകൾ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഷൺമുഖം നല്ല ദേഷ്യത്തിൽ പിന്നെ സുമിത്രയോടും ബാലുവിനോടും അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് എന്റെ കാശ് ഇപ്പോൾ കിട്ടിയിരിക്കണം, ഇപ്പോൾ കാശ് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, സുമിത്രയുടെ കയ്യിലുള്ള ആഭരണങ്ങൾ എനിക്ക് അയച്ചു തരാൻ പറയുകയാണ്, ഇതുവരെ നടന്നതിനുള്ള കൂലിയായിട്ട് ഞാൻ ഇത് എടുത്തോളാം, ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് എന്റെ വല്ല സഹായം വേണമെങ്കിൽ ആ കാശ് ആദ്യം എന്റെ കയ്യിൽ തരണം, അത് തരാതെ ഞാൻ നിങ്ങളെ സഹായിക്കില്ല എന്ന് പറയുകയാണ്. തുടർന്ന് സുമിത്ര വേഗം തന്നെ തന്റെ കയ്യിലുള്ള വളയും മാലിയും എല്ലാം ഊരി ഷൺമുഖത്തിന് കൊടുക്കുകയാണ്. തുടർന്ന് ഷൺമുഖം ആ വളയും മാലിയുമായിട്ട് അവിടുന്ന് പോവുകയാണ്. എന്നാൽ അത് കണ്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ് ബാലു സുമിത്രയും. തുടർന്ന് സുമിത്ര പിന്നെ ബാലുവിനോട് ഒരാളെയും നമ്മൾ വെറുതെ വിടാൻ പോകുന്നില്ല, സാഗറിനെ തീർക്കണം, എന്നിട്ട് ആ കുറ്റം ബലരാമന്റെ തലയിൽ കൊണ്ടുവയ്ക്കണം, അതിനുശേഷം കാശിനോട് ആക്രാന്തമുള്ള ഈ വക്കീലിനെ നമുക്ക് തീർക്കണം, അതിനുശേഷം നമ്മൾക്ക് പണി തന്ന നമ്മളുടെ മകൾ ഭാഗ്യശ്രീക്കും പണി കൊടുക്കണം. അങ്ങനെ പണി കൊടുക്കേണ്ടവരുടെ വലിയൊരു ലിസ്റ്റ് എടുത്ത് നിൽക്കുകയാണ് സുമിത്രയും ബാലുവും. ഇനി സീരിയൽ കാണുന്ന നമ്മൾക്ക് മാത്രമേ പണി കിട്ടാൻ ബാക്കിയുള്ളൂ. തുറന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണിയും ഭാഗ്യശ്രീ ആശുപത്രിയിൽ വെച്ച് സംസാരിക്കുകയാണ്. തുറന്ന ഭാഗ്യശ്രീ കൺമണിയോട് എന്തായി ക്രിഡ് സാറിനോട് സത്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണി ഞാൻ എല്ലാ സത്യങ്ങളും ക്രിഡ് സാറിനോട് പറഞ്ഞു എന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് ഭാഗ്യശ്രീ. എന്നിട്ട് ക്രിഡ് സാറിന്റെ മറുപടി എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കൺമണി അത് ഊഹിക്കാമല്ലോ, ക്രിഡ് സാർ നല്ല കട്ടക്കലിപ്പിലാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഭാഗ്യശ്രീ പിന്നെ കൺമണിയോട് എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിക്കുകയാണ്. ക്രിഡ് സാറ് ബലരാമനെ ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നുള്ളത് കേട്ട് കൺമണി എന്നോട് ക്രിഡ് സാർ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യം ഇതോടുകൂടി മറക്കണം, ഞാൻ മറക്കണം എന്നാണ്. അതായത് ക്രിഡ് സാറ് ബലരാമന്റെ സഹോദരനായിട്ട് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. തുടർന്ന് ഭാഗ്യശ്രീ കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ്. അതൊക്കെ വഴിയെ ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഞാൻ എന്തായാലും എന്റെ ചേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യശ്രീ ചേട്ടനെ കാണുന്നതിന് വേണ്ടി ഐസിയുവിന്റെ അകത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണിയാകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇനി ഞങ്ങളെ രക്ഷിക്കാൻ ആരാണ് ഈശ്വര എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ വരികയാണ്. കൺമണിയെ കണ്ട് ഹായ് കൺമണി എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയുടെ അടുത്തേക്ക് പുതിയൊരു താരം എത്തിയിരിക്കുകയാണ്.
കൺമണിയുടെ കൂടെ പഠിച്ച കൺമണിയുടെ കൂട്ടുകാരി ദക്ഷയാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. തുടർന്ന് രണ്ടുപേരും ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും പരിചയം പുതുക്കുകയാണ്. തുടർന്ന് ദക്ഷ കൺമണിയുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ്. തുടർന്ന് ദക്ഷ കൺമണിയോട് ആദ്യം തന്നെ ഒരു നന്ദി പറയുകയാണ്. കൺമണിയുടെ ഡിസൈൻ ഞാൻ കണ്ടു, സൂപ്പർ ഡിസൈൻ ആണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അതെങ്ങനെ നീ കണ്ടു എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ദക്ഷ കൺമണിയോട് ആ സത്യം പറയുകയാണ്. കൺമണി വരച്ചു കൊടുത്ത ഡിസൈൻ കിട്ടിയിരിക്കുന്നത് എന്റെ അങ്കിളുടെ കമ്പനിക്കാണ്, ശങ്കർ മോഹൻ എന്റെ അങ്കിളാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് കൺമണി. തുടർന്ന് ദക്ഷ തന്നെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഇപ്പോൾ ACP ആണ്, പോലീസ് ആണെന്ന് പറയുകയാണ്. ഈ നാട്ടിലേക്ക് ഞാൻ വന്നിട്ട് 2 ആഴ്ചയേ ആയിട്ടുള്ളൂ എന്ന് പറയുകയാണ്. എന്നാൽ അതും കൂടി കേട്ടതോടുകൂടി കൺമണി വീണ്ടും ഞെട്ടുകയാണ്. തുടർന്ന് ദക്ഷ പിന്നെ കൺമണിയോട് ഈ നാട്ടിൽ കൺമണിക്ക് ആരെങ്കിലും പിടിച്ച് അകത്താക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, എന്തെങ്കിലും പണി ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൺമണി എന്റെ സഹായം തേടിയാൽ മതി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ കൺമണിയുടെ മനസ്സിൽ ലഡുകൾ നിരനിരയായിട്ട് പൊട്ടുകയാണ്. തുടർന്ന് കൺമണി തന്റെ കാര്യം ദക്ഷയോട് പറയുകയാണ്. സാഗർ സാറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ദക്ഷയോട് പറയുകയാണ്. അങ്ങനെ വിശദമായിട്ട് തന്നെ കൺമണി തന്റെ പ്രശ്നങ്ങളെല്ലാം ദക്ഷയോട് പറയുകയാണ്. തുടർന്ന് ദക്ഷ പിന്നെ കൺമണിയോട് കൺമണി അതോർത്തൊന്നും വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ സാഗർ സാറിനെയും ബലരാമിനെയും 2 ICUലേക്ക് മാറ്റിക്കോളാം എന്ന് പറയുകയാണ്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുകയാണ്. ഈ ICUവിന്റെ പുറത്ത് സാഗർ സാറിന് വേണ്ടി ഷാഡോ പോലീസിന് ഞാൻ ഇടാൻ എന്ന് പറയുകയാണ്. പിന്നെ സുമിത്രയുടെ കാര്യം, സുമിത്രയെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിക്കട്ടെ, അവൾക്കുള്ള പണി ഞാൻ എന്തായാലും കൊടുത്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ കൺമണിയുടെ നമ്പർ ദക്ഷയ്ക്ക് കൊടുക്കുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് ദക്ഷ അവിടുന്ന് പോവുകയാണ്. എന്നാൽ ദക്ഷയെ കണ്ട സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കുകയാണ് കൺമണി. അങ്ങനെ കൺമണിക്ക് തന്റെ ശത്രുക്കളെ പൂട്ടാൻ വലിയൊരു ആയുധം കിട്ടിയിരിക്കുകയാണ്. വരുൺ, മാനസ, സുമിത്ര എല്ലാ ശത്രുക്കൾക്കെതിരെയും പ്രയോഗിക്കാൻ പറ്റിയൊരു ആയുധം കൺമണിക്ക് വീണ് കിട്ടിയിരിക്കുകയാണ്. തുറന്നു കാണിക്കുന്ന ICUവിന്റെ അകത്താണ് സാഗർ സുജാതി വിഷമത്തോടുകൂടി ബലരാമനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് നേഴ്സുമാർ വരികയാണ്. നേഴ്സുമാർ വന്ന് സാഗറിനോട് സുജാതിയോട് ബലരാമനെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്, ബലരാമനെ മറ്റൊരു ICUലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ സുജാതിയൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.